അത് കുരങ്ങന്മാരാണേ. അങ്ങോട്ട് നോക്കിയേ, അവിടെ നോക്കിയേ. കപ്പ പോണ്ടേ, ആദ്യമായിട്ട് കപ്പ പോണ്ട കഴിക്കട്ടോ. അതൊക്കെ ബേബി മങ്കി നോക്കിയേ. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ KSRTC ടൂറിസമിൻ്റെ വക മൂന്നാർ കാന്തല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ മൂന്നാർ കാന്തല്ലൂരാണ് മെയിൻ സ്പോട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ വെള്ളച്ചാട്ടങ്ങളും കുറേ 5-6 സ്പോട്ട് വേറെയുണ്ട്. അപ്പോൾ അതും ഡീറ്റെയിൽഡ് നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 4:30 ആയി. 5 മണിക്കാണ് ഞങ്ങളുടെ ബസ് വരിക. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളുടെ ഈ വീഡിയോ കാണണം. മൂന്നാറിലത്തെയും കാന്തല്ലൂരത്തെയും നല്ല നല്ല ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ വീഡിയോയിലൂടെ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങുകയാണ് അല്ലേ. ഞങ്ങൾ ബസ് സ്റ്റാർട്ടായി. ഉല്ലാസയാത്ര, ഇതാണ് ഞങ്ങൾ ബസ്. അപ്പോൾ ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ടായി. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങി ഇപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഞങ്ങൾ ചിയാപ്പാറ വാട്ടർഫോൾ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറേ കുരങ്ങങ്ങളെ കാണാൻ പറ്റി. ഇവിടെ നോക്കാം മോളെ, എത്ര കുരങ്ങാണ്. അത് കുരങ്ങന്മാരാണേ. അങ്ങോട്ട് നോക്കിയേ, അവിടെ നോക്കിയേ. അപ്പോൾ ഞങ്ങൾ ചിയാപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്ക്. കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ബിസി ആയിട്ടിരിക്കുകയാണ്. വാ, അങ്ങനെ ഞങ്ങൾ ചിയാപ്പാറ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇല്ല പാറു, എങ്ങനെയുണ്ട്? അവൾക്ക് കുരങ്ങനെ മാത്രം കണ്ടാൽ മതി. 4 പേര് മങ്കിയാണ് അല്ലേ. മങ്കി പേൻ നോക്കണുണ്ടോ കുഞ്ഞാ? ഹലോ, ഹായ്, ഇങ്ങോട്ട് വാ. പിന്നെ ഇവിടെ വെള്ളച്ചാട്ടം മാത്രമല്ല, സൈഡിൽ നമുക്ക് റോഡ് സൈഡിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ചെറിയ കടികളും കുട്ടികൾക്കുള്ള ഈ എന്താ കളിപ്പാട്ടങ്ങളും ഇളനീരും ഇതൊക്കെ വാങ്ങാം. പിന്നെ എന്താ മാങ്ങയും ഇതൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ചെറുകടികളാണ്. ഇവിടെ മാഗി ഉണ്ട്. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്, ബീട്രൂട്ട്, അങ്ങനെ പലവിധ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അത് പൈനാപ്പിൾ ഇതിനാണ്. ഇതൊന്നും നോക്കി പിന്നെ വണ്ടിയുടെ മുകളിൽ നോക്കിയേ, അതൊക്കെ ബേബി മങ്കി നോക്കിയേ. ഇതാണ് വളരെ വെള്ളച്ചാട്ടം. പക്ഷെ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് കാരണം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാം.
അങ്ങനെ ഞങ്ങൾ ബസ് യാത്രയൊക്കെ ചെയ്ത് പാട്ടും പാടി എൻജോയ് ചെയ്ത് ഞങ്ങളിപ്പോൾ അടിമാലിയിലെത്തി. അടിമാലിയിൽ വന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഈ ട്രിപ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല, അത് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിനുള്ളിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പൊറോട്ട, ഇത് കടലക്കറി, ലിമോ ഓർഡർ ചെയ്തത് അപ്പം മുട്ടക്കറിയും. പൊറോട്ട നല്ല ചൂട് പൊറോട്ടയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി അടുത്ത സ്പോട്ട് പോകണം, രാജമല. ഓക്കെ, അപ്പം നമുക്ക് അവിടെ കാണാം. എന്താണ് കപ്പ ചിപ്സാ? എനിക്ക് അച്ഛനായോ? അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി. ഇതാണ് രാജമല. അപ്പോൾ ഈ രാജമലയിലെ ഈ സീനറീസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഒക്കെ ചായത്തോട്ടാണ് കണ്ട. ഇവിടെ കുറേ ടൂറിസ്റ്റ്. ഇതാ ഞങ്ങളുടെ ബസ്, ഇതാ ഞങ്ങളുടെ ബസ്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാ 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 വാ, നല്ല സീനറി. ഓക്കെ, അവിടെ കണ്ട കോടമഞ്ഞും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ്. എങ്ങനെയുണ്ട് നമ്മൾ രാജമല വന്നപ്പോൾ? നല്ല തണുപ്പാണല്ലേ? ശരിക്കും ഒരു നമ്മൾ ഊട്ടിയിലൊക്കെ വന്ന മാതിരില്ലേ ആ ഒരു ഫീലിങ്. മോസ്റ്റ്ലി ഇവിടെ വന്നപ്പോൾ ആൾക്കാരൊക്കെ സ്വെറ്ററൊക്കെ ഇടാൻ തുടങ്ങി. ലിമോ സ്വെറ്ററൊക്കെ ഇട്ട്. പക്ഷെ ഞാൻ ഞാൻ സ്വെറ്ററൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ നല്ല സീനറിയാണ് കേട്ടോ ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സീനറി, നല്ല തണുപ്പാണ്, നല്ല സീനറിയാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഇഷ്ടംമാതിരി എടുക്കാം. ഇവിടെ നമ്മൾ വന്നാൽ ഏത് ആംഗിളിൽ ഫോട്ടോ എടുത്താലും നമ്മളെ ഫോട്ടോ അടിപൊളി ഫോട്ടോ ആയിരിക്കും. ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. കാണാനേ നല്ലൊരു പ്രത്യേക ഭംഗി. വാ ഉള്ളിൽ പോവാ, ഉള്ളിൽ കയറി നമുക്ക് ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാം. വാ പാറു, ലിമോ ദൂരേക്ക് പോകരുത് കേട്ടാ. വാവ്, ഇങ്ങോട്ട് കയറുന്നു, ഇവിടെ കയറുന്നു, ഇതിനുള്ളിൽ കയറുന്നോ പാറു? ഇതിനുള്ളിൽ കയറുന്നോ? ഇതിനുള്ളിൽ കയറി നിർത്തരാ, ഇതിനുള്ളിൽ കയറിക്കോ. അപ്പോൾ ഇവിടുന്ന് ആ സീൻ ഇല്ലില്ല, ഒരു ജന്തുപിടികളും ഇല്ല അവിടെ. അവിടെ നിന്നാൽ മതി, അവിടെ നിന്നാൽ മതി കേട്ടാ. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. മൂന്നാർ ചെക്ക് പോസ്റ്റ്. മൂന്നാറല്ല, എന്താണ് ചാത്ത മൂന്നാർ അല്ലേ? ചാത്ത മൂന്നാർ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടുന്ന് ഒരു സോഡയും വടയും കഴിക്കാണ്. നല്ല രസമാണ് കേട്ടോ ഈ തണുപ്പത്തെ. നമുക്ക് മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്തു. ഇത് കപ്പയാണ്, കപ്പ പോണ്ടേ. ആദ്യമായിട്ട് കപ്പ പോണ്ട കഴിക്കണം കേട്ടോ. നമ്മൾ കിഴങ്ങ പോണ്ടല്ലേ കഴിക്കാറ്. ഇത് ആദ്യമായിട്ടാണ് കപ്പ പോണ്ട കഴിക്കാം. നീ കപ്പ പോണ്ട കഴിച്ചിട്ടുണ്ടോ? കപ്പ പോണ്ട നല്ല രസം കേട്ടോ. ഇത് വേറെ ഐറ്റാണ്. ഇത് പപ്പട ബജ്ജി. ഇതും കഴിച്ചിട്ടില്ല. ഉണ്ടാക്കിയ ബജ്ജി ഇതൊന്ന് കഴിച്ചോട്ടെ, എങ്ങനെ ഉണ്ടെന്ന്. പാട് കഴിച്ചിട്ടുണ്ടോ? പപ്പടാണെന്ന് തോന്നില്ല. സ്മോൾ പീസ്, ചെറിയ പീസ് പപ്പട ബജ്ജി. അങ്ങനെ ഞങ്ങളിപ്പോൾ മറയൂരെത്തി. മറയൂരാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ സെറ്റപ്പ്. ദ ഗൾഫ് ഹോട്ടൽ. ഇതാ ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നിർത്തിയത്. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഗൾഫ് ഹോട്ടൽ. വെജ്, നോൺ വെജ്, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അറേബ്യൻ എല്ലാം ഉണ്ട്. കഴിച്ചു നോക്കട്ടെ. ഇതാ ലിമോ മോൾ അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചിക്കൻ ബിരിയാണി?
ആ മുട്ട ഉണ്ടായില്ലേ? ബോണസാണല്ലോ. ആ ചില ചിക്കൻ ബിരിയാണിയിൽ മുട്ട ഉണ്ടാവാറില്ല. വേറെ എന്തൊക്കെയാണ്? പപ്പടം, സലാഡ്. പാറു കഴിക്കണില്ലേ?